ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഞാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതായത് നമുക്കറിയാലോ, ഈ FIS 2025 നല്ല രീതിയിൽ ഈ FIS സെല്ലിംഗ് ഉണ്ടായി അല്ലേ. ഈ FIS സെല്ലിങ്ങിനെ നല്ല രീതിയിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്തു. ആരാണ് ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്? ഒരു പരിധിയിൽ പറഞ്ഞാൽ അത് നമ്മളെപ്പോലത്തെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ്. കാര്യം വെച്ചാൽ ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഫണ്ടുള്ള ആൾക്കാരായിരുന്നില്ല. കൂടുതലും മ്യൂച്വൽ ഫണ്ടായിരുന്നു. മ്യൂച്വൽ ഫണ്ടിന് എവിടെയാണ് കാശ് കിട്ടുന്നത്? നമ്മളെ പോലത്തെ വ്യക്തികൾ അവരുടെ യൂണിറ്റ് മേടിച്ച് അത് പൂൾ ചെയ്യുന്ന ഒരു ഫണ്ടാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിന്റെ കയ്യിലിരിക്കുന്നത്. അത് സിപ്പ് മുഖാന്തരം, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിംഗ് കൂടെയാണ് കൂടുതലും കാശ് വന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കാശാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ ഫാളിൽ 2025 ഹെൽപ്പ് ചെയ്ത്. എത്ര FIS സെല്ലിംഗ് ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്തതായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ എപ്പോഴും വരണമെന്നില്ല. ഇതൊരു സ്പെഷ്യൽ സിറ്റുവേഷനാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്രയും മാത്രം സാധാരണ ജനങ്ങൾ, എനിക്ക് തോന്നുന്നു കോവിഡിന് മുമ്പേ 4 കോടി DP അക്കൗണ്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാവും, എന്നാൽ 20 കോടി DP അക്കൗണ്ട് ഉണ്ടെന്ന് പറയുന്നു. ഒരുപാട് പേര് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നു, ഇവരെല്ലാം MF കാശ് കൊടുക്കുന്നു. ഇതെല്ലാം എപ്പോഴും എല്ലാ കൊല്ലവും ഇതേപോലെ നടക്കണമെന്നില്ല. അപ്പൊ എപ്പോഴെങ്കിലും വെച്ച് ഇതിലില്ലാതാവുമ്പോൾ ഇങ്ങനെ ഒരു സെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ, FIയുടെ സെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് അബ്സോർബ് ചെയ്യപ്പെടും. അബ്സോർബ് ചെയ്യുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഒരാൾ വിൽക്കാനുണ്ടെങ്കിൽ ഒരാൾ വാങ്ങിക്കാനുണ്ടാവും. പക്ഷേ അതൊരു മാർക്കറ്റ് പ്രൊട്ടക്ഷൻ മെക്കാനിസം ആയിട്ട് നിന്ന്, അതായത് നമ്മൾ താഴെ ഇട്ട് മേടിക്കുന്നതും പ്രൊട്ടക്ട് ചെയ്തിട്ട് മേടിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെന്നുള്ളത്. അപ്പൊ അത് അങ്ങനെ ആര് മേടിക്കും എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഭയങ്കര രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ സാധാരണ LIC എന്ന് പറയുന്നത്, അതായത് ഇന്ത്യൻ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വലിയൊരു ബയറില്ല. അപ്പൊ LIC ഒക്കെ ഉണ്ടെങ്കിൽ പോലും LICക്കൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. അതൊരു പൊളിറ്റിക്കൽ ഹോട്ട് പൊട്ടറ്റോ ആണ്. അതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പാർലമെന്റിലൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ആവുന്നുള്ള കാര്യം. LICയുടെ മാൻഡേറ്റ് വേറാണ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്നുള്ള കാര്യം. അപ്പൊ ആ രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷണലി നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനത്തിനെ കൊണ്ടുവന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റായ റിസ്കി അസറ്റ്സിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു പൊളിറ്റിക്കൽ മേഹം ഉണ്ടാവും. അപ്പം നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ്, എസ്പെഷ്യലി സ്റ്റോക്സ്, ബോൺസ് എന്നിങ്ങനെയുള്ള സാധനങ്ങളിൽ നമുക്കൊരു പ്രൈസ് പ്രൊട്ടക്ഷൻ മെക്കാനിസം അല്ലെങ്കിൽ മാർക്കറ്റ് സപ്പോർട്ട് മെക്കാനിസം കൊണ്ടുവരാനായിട്ട് എന്ത് വേണം? സാധാരണ രാജ്യങ്ങളൊക്കെ ചെയ്യുന്നത് കൺട്രി തന്നെ ഒരു സോവറിൻ വെൽത്ത് ഫണ്ട്, SWF എന്നാണ് പറയുന്നത്, സാധാരണ അങ്ങനെ ഒന്ന് കൊണ്ടുവരാറുണ്ട്. അവരത് സത്യം പറഞ്ഞാൽ ഈ സോവറിൻ വെൽത്ത് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് പാനിക് സമയത്ത് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് ഈ SWF അതായത് സോവറിൻ വെൽത്ത് ഫണ്ട്സ് മേടിക്കാറുണ്ട്. അത് മാത്രമല്ല ലോവർ റേറ്റ് മേടിക്കുന്നത് അത് ഭാവിയിൽ അത് പെർഫോം ചെയ്യുമ്പോൾ നന്നായിട്ടൊരു ക്യാപിറ്റൽ അപ്രീസിയേഷനും കിട്ടുന്നില്ല. അപ്പോൾ അതൊരു വളരെ വലിയ ഒരു കാര്യമാണ് എന്നുള്ളതാണ്.